വേണ്ട, സത്യം ഞാൻ പറഞ്ഞത്. കള്ളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഫയലിൽ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യമുണ്ട്. ഗൗതമിന്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ അതിൽ തന്നെ തൂങ്ങും. എന്തേലും ചെയ്തേ പറ്റൂ. അപ്പോ എന്നെ സംശയമാണല്ലേ? ചെറിയ സംശയമൊന്നുമില്ല, അത് നല്ല രീതിയിലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പോയി ആ ഫയൽ വാങ്ങി ഗൗതമിന്റെ കൈ കൊണ്ട് തരാം. കുറെ നേരമായി അമ്മ ആ ഫയലും വെച്ച് 1000 ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ മനസ്സ് മടുപ്പിച്ച് നിൽക്കായിരുന്നു. ആ സമയത്ത് ഗൗതം വന്ന് കയറിയത്. എനിക്ക് ഉറപ്പായിരുന്നു ഓഫീസിൽ നിന്ന് ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന ഗൗതമിനോടും അമ്മ അതൊക്കെ തന്നെ വീണ്ടും ചോദിക്കുമെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ ആ ഫയൽ നിർബന്ധമായി മേടിച്ച് അമ്മയെ ഏൽപ്പിച്ചത്. എന്നെ സംശയമാണെന്നല്ലേ പറഞ്ഞത്? എന്നോടുള്ള വിശ്വാസത്തെക്കാൾ വലുത് ഗൗതമിന് ആ ഫയലല്ലേ? ആയിക്കോട്ടെ, ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇതെനിക്ക് വേണം, അങ്ങനെ തന്നെ വേണം. ആ ഫയല് ഇപ്പൊ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേക്കാം. അതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. കൈ വിടും, ഞാൻ പോട്ടെ. ടെൻഷനായോ? ഞാൻ ആ ഇൻഷുറൻസ് ഫയൽ നോക്കാനായിട്ട് വാങ്ങിച്ചപ്പോ നീ അത് പിടിച്ചു വാങ്ങി എന്നെ കൊച്ചാക്കിയില്ലേ? അതേ ഫയൽ വെച്ച് ഞാൻ നിന്നെക്കൊണ്ടൊരു പണി തന്നതാ. എങ്ങനെയുണ്ട് എന്റെ പ്രതികാരം? നന്നായിട്ട് കൊണ്ടുവല്ലേ? സത്യമാണോ? എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ലാതെ പിന്നെ എനിക്ക് ആ ഫയൽ കൊണ്ട് ഇപ്പൊ എന്ത് നേടാനാ? നോക്കി, ഒരു 2 മിനിറ്റ് കൊണ്ട് എന്റെ പെണ്ണിന്റെ മുഖം അങ്ങ് ചുമന്ന് ഡള്ളായല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ഉമ്മ തരാം. അതെ, ഇത് നമ്മുടെ ബെഡ്റൂം അല്ല, ഹോളാണ്. അതെയോ? എങ്കിൽ പിന്നെ നമുക്ക് റൂമിലേക്ക് വെച്ച് പിടിച്ചാലോ? അയ്യടാ, അപ്പൊ ഇന്ന് ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ ഭാവമൊന്നുമില്ലേ? ഇന്നിനി പോണോ? കൊള്ളാലോ സ്വഭാവം. മര്യാദയ്ക്ക് ഓഫീസിൽ പൊക്കോണം. എന്നാ ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാം. എത്രയാ ചേട്ടാ? 230. 150 രൂപയ്ക്ക് പോലും ഓടിയിട്ടില്ല മാഡം. ചില്ലറയില്ല. എന്തിനാ ചില്ലറ? ഇത് വെച്ചോ. അല്ല, അത് കുഴപ്പമില്ല. പിടിക്കണോ? താൻ വെച്ചോ. വെച്ചോ. താങ്ക് യു മാഡം. ഇതെന്തിനാ മാഡം? വെറുതെ വെച്ചോ. എന്നാലും ഇത് മാടിക്കണ്ടോ? വെച്ചോ. എന്തു പറ്റി മാഡം? പറ്റിയത് എനിക്കല്ല, വേറെ ചിലർക്ക് പറ്റാൻ പോവാ. എടോ, ഈ ശിവാനി ഇപ്പൊ കോടീശ്വരിയാ. ഇനി ഇങ്ങനെ ആയിരിക്കും ശിവാനി ജീവിക്കാൻ പോകുന്നത്. ഇനി ഈശ്വരമംഗലം വീട് ഭരിക്കാൻ പോകുന്നത് ആരാണെന്ന് അറിയൂ തനിക്ക്? ഈ ഞാനാ. അപ്പോ ഈ ശിവാനി മാഡത്തിനെ നോക്കി നീറ്റായിട്ടൊരു സല്യൂട്ടിങ് തന്നെ നോക്കട്ടെ ഞാൻ. വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ വേണം ഇനി മുതൽ. ഓക്കെ? ആരെയും കാണുന്നില്ലല്ലോ. എനിക്ക് ശ്രീമതി പാർവതി ആന്റിയെ കണ്ടാ മതി. പാർവതി ആന്റി, വിളി കേൾക്കുന്നില്ലല്ലോ. വിളിക്കുന്ന ഞാനായതുകൊണ്ട് മൈൻഡ് ചെയ്യാത്തതായിരിക്കും. കിച്ചണി ഉണ്ടോ നോക്കാം. ഇതോടെ പോയി കാണുന്നില്ലല്ലോ. മുറി കാണുമായിരിക്കും. നോക്കാം. ആന്റി ഒന്ന് വന്നേ. എന്തിനാ? വാ ആന്റി, ചോദിക്കട്ടെ. എന്താ കയ്യിലിരിക്കുന്നേ? ഒന്ന് നോക്കട്ടെ. ഒന്ന് കാണിക്കാൻഡി. ഓഹോ,
24 മണിക്കൂറും മോന്റെ ഫോട്ടോ എടുത്തു വെച്ച് സൗന്ദര്യം നോക്കലാണല്ലോ പ്രധാന പണി. സാരമില്ലട്ടാ, വേണമെങ്കിൽ അവസാനമായിട്ടൊരു മുത്തം കൂടെ കൊടുത്തേക്ക്. ഞാനിപ്പോ വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ ആന്റിക്ക്? അതെനിക്കെങ്ങനെ അറിയാം? ആ, അറിയില്ലെങ്കി അറിയില്ല എന്ന് പറഞ്ഞാ മതി. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയൂലേ. ഞാനിപ്പോ വരുന്നതേ കാരുണ്യ അനാഥാലയത്തിൽ നിന്നാണ്. കാരുണ്യല്ലോ, നീ എന്തിനാ അവിടേക്ക് പോയത്? അതെന്താ, എനിക്ക് അവിടെ പോവാൻ പാടില്ലേ? അതോ കാരുണ്യ അനാഥാലയമായിട്ടും അതിന്റെ ചെയർമാനുമായിട്ടൊക്കെ ഗോപിയങ്ങളുടെ പാർവതി ആന്റിക്ക് മാത്രമേ ബന്ധം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അല്ല, ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചാണ് കേട്ടോ. അല്ല, ആ അനാഥാലയമായിട്ട് നിങ്ങൾക്ക് എന്താ ആന്റി ബന്ധം? ഒരു ചോദ്യം ചോദിച്ച് അതിന്റെ ഉത്തരം പറയിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഉത്തരം ഞാൻ തന്നെ പറയാം. ബന്ധം ചെറുതല്ല. ഗൗതമിനെ അവിടുന്ന് ദത്തെടുത്തതാണല്ലേ? ഇതെന്താണപ്പ ഇങ്ങനെ ഇടിവെട്ടേറ്റതുപോലെ നിൽക്കണ? ഗൗതം പാർവതി ആന്റി വയറ്റിൽ ചുമന്ന് പ്രസവിച്ച മകനല്ല എന്നും ദത്തുപുത്രനാണെന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞ ആന്റി. ഇത്രയും കാലം ഈശ്വരമംഗലത്തിന്റെ മൂത്ത പുത്രനാണെന്ന് പറഞ്ഞു നിങ്ങൾ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടന്ന ഗൗതം ഒരു അനാഥനാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ശിവാനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ. ഗൗതം എന്റെ മകന്, എന്റെ വയറ്റിൽ പിറന്നവൻ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി അതിവിടെ വന്ന് വിളമ്പണ്ട. ഓഹോ, അങ്ങനാണോ? നീ വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിലേ അത് പോയി ചെയ്യാൻ നോക്ക്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടെ ഭീഷണിപ്പെടുത്താൻ വന്നതല്ല ഞാൻ. എല്ലാത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട്. തെളിവോ? എന്ത് തെളിവ്? എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പാർവതി ആന്റിയും ആന്റിയുടെ ഭർത്താവ്, അതായത് എന്റെ അമ്മായിയപ്പൻ ഗോപിനാഥൻ അങ്കിളും ചേർന്ന് കാരുണ്യ അനാഥാലയത്തിൽ നിന്നും ഗൗതമിനെ ദത്തെടുത്തപ്പോ എഴുതി ഒപ്പിട്ട് കൊടുത്ത സമ്മതപത്രം. ഇത് വെറും പറച്ചിലല്ല, കാണിച്ചു തരാം ഞാൻ. കണ്ടല്ലോ? അതോ ഞാൻ ഇനി സൂം ചെയ്ത് കാണിക്കണം? ശ്രീമതി പാർവതിയുടെയും ഗോപിനാഥിന്റെയും പേരും ഒപ്പും ഉണ്ട് ഇതില്.